ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ട്രിപ്പായിട്ട് അങ്ങനത്തെ ഒരു വ്ളോഗായിട്ടാണ്. ഞാൻ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഹാഫ് വീഡിയോ മാത്രമല്ല എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മളിന്ന് കോഴിക്കോടേക്കാണ് പോകുന്നത്. നമ്മൾ കോഴിക്കോടിലേക്ക് നമ്മൾ എവിടെയൊക്കെ പോകുന്നത് അതൊക്കെ ഉണ്ട്. ഞാൻ മുഴുവനായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഇതിൽ ഹാഫ് മാത്രമേ ഉണ്ടാവും, ബിക്കോസ് എനിക്ക് മുഴുവൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. സോ നമ്മളിപ്പോൾ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് എത്തിയിട്ടില്ല. നമ്മൾ അവിടത്തേക്ക് എത്തി, ബട്ട് നമ്മൾ റൂമിൻ്റെ അവിടത്തേക്കൊന്നും എത്തിയിട്ടില്ല. ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്, ബിക്കോസ് കോഴിക്കോട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ അറിയത്തൊന്നുമില്ലല്ലോ. സോ നമ്മൾ മാപ്പ് ഇട്ടിട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ഒരു ഫ്ലാറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഫ്ലാറ്റ് ഉണ്ട്. പിന്നെ കാലിക്കറ്റ് ഫാബ്രിക്സ് അങ്ങനത്തെ എത്തി. ഞങ്ങൾ റൂമിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് റൂമിലെത്തി. നല്ല റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്റ്റേബല്ല റിസപ്ഷനിൽ പോയി നമ്മൾ റൂം ബുക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ ബിസിനസ് ആകുമ്പോൾ മുന്നേ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഞങ്ങൾ ഇവരോട് പറഞ്ഞിട്ടായിട്ട് റൂം ബുക്ക് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ റൂമിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം. നല്ല വലിയ റൂം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ബെഡുണ്ട്. അതിൻ്റെ ഞങ്ങൾ അടുത്ത AC ഉണ്ട്. എല്ലാം ഉള്ളൊരു റൂമാണ്. അങ്ങനെ നമ്മൾ റൂമൊക്കെ നോക്കി, വാഷ്റൂമൊക്കെ വലിയ റൂം തന്നെ ഉണ്ട്. നമുക്ക് എന്തും ചെറുതായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് കിടക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. ഇതിൽ 3 ഫാനുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ടീ ആക്കേണ്ട, കോഫി ആക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. കെറ്റിൽ, ഷുഗർ, മിൽക്ക് പൗഡർ എല്ലാം ഉണ്ടായിരുന്നു. ടീ പൗഡർ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കെറ്റിലിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ. സോ നമ്മളപ്പോൾ ഇവിടുന്ന് ഇതാക്കി. പിന്നെ ഇവിടെ TV ഉണ്ട്. കോഫി ആക്കിയായിരുന്നു. പിന്നെ ഇവിടെ TV ഉണ്ട്. ബട്ട് ഫസ്റ്റ് ഞങ്ങൾ പോയപാടെ വൈഫൈ കണക്ട് ആവാത്തത് ശരിയാകുന്നുണ്ടായിട്ട് അപ്പോൾ ഞങ്ങൾ ശരിയാക്കാൻ നോക്കി. അതിൽ വൈഫിൻ്റെ പ്രോബ്ലംസ് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് പറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ അത് അവരോട് പറയാൻ കഴിയുന്നില്ല, ബിക്കോസ് നമ്മൾ കോഴിക്കോട് വന്നാൽ മുഴുവൻ പോകാനല്ലോ. അതുകൊണ്ട് ഞാൻ പറയാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളിപ്പം റൂമിൽ നിന്ന് എല്ലാം കുളിച്ച് മാറ്റി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുക. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എവിടെ പോകണമെന്നൊന്നും അറിഞ്ഞൂടെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോകുന്നത് ഹൈലൈറ്റ് മാളിലെങ്കിൽ ഹൈലൈറ്റ് മാളിൽ പോകാറുള്ളത്. ഞങ്ങൾ നേരെ ഇവിടുന്ന് കിട്ടുന്ന ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. ബാൽക്കണി അല്ല, ഞങ്ങൾ റൂമിൻ്റെ പുറത്തുള്ള ഇതാണ്. ഈ സൈഡ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഭംഗിയില്ല. മറ്റേ സൈഡിലുള്ള വലിയ ഫ്ലാറ്റാണ് നമുക്ക് കാണുന്നുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങൾ നിൽക്കുന്നത് അത്യാവശ്യം വലുതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാം കാറിൽ പോയിട്ട് പാർക്കിങ്ങിൽ വന്നിട്ട് കാറിൽ പോകണേ. ഇവിടെ നല്ല പാർക്കിംഗ് ഫുള്ളാണ്. നല്ല ആൾക്കാരുണ്ട് ഇവിടെ സ്റ്റേയിങ്ങിന്. ഞങ്ങൾ അതെടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനും ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയതാണ്. അവിടെ നിന്ന് കിട്ടുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ എവിടുന്നോ പോയിക്കൊണ്ട് വെക്കുകയാണ്. ഓരോന്നും നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ. പിന്നെ റോഡ് പണിയെടുക്കുന്നുണ്ട്. അവിടെ അവിടെ 3 ഒരേപോലത്തെ ഫ്ലാറ്റാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറമാണ് നമ്മൾ ഹൈലൈറ്റ് മാളിലുള്ളത്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്കാണ് പോകേണ്ടത്. സോ നമ്മൾക്ക് ഇവിടെ തന്നെ ആ ഫ്ലാറ്റ് കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഹൈലൈറ്റ് മാൾ കാണുന്നുള്ളത്. കണ്ടോ, അതും എല്ലാം അത്യാവശ്യം വലുതാണ്. ഞങ്ങൾ പാർക്കിങ്ങിൽ വെച്ചിട്ട് വന്നിട്ടുണ്ട്. പാർക്കിങ്ങിൽ ഇത് വെക്കാണ് ഞങ്ങൾ പാർക്കിങ് ഇവിടെ വെക്കുന്നുണ്ട്. നമ്മൾ ഏത് ബേസ്മെൻറ്റ് അതൊക്കെ നോക്കാനില്ല. അതുപോലെ സംടൈം ഇത് മിസ്സാവാൻ പാടില്ലല്ലോ. സോ ഞങ്ങൾ വെച്ചിട്ടായിട്ട് അവിടെ നിന്ന് പോവാണ്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ പ്ലാൻ ഇട്ടത് നെസ്റ്റോയിൽ പോകാനാണ്. പിന്നെ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ പോകുന്നത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. സോ ഞാൻ ഫസ്റ്റ് നെസ്റ്റോയിൽ വന്നിട്ടുണ്ട്. ഞാൻ നെസ്റ്റോന്ന് കുറച്ച് വാങ്ങേണ്ട എന്തൊന്നും പ്ലാൻ ഇട്ടില്ല, ജസ്റ്റ് ഒന്ന് വന്നിട്ട് നോക്കുകയാണ്. ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള എസ്കലേറ്ററാണ്. ഞങ്ങൾക്ക് നെസ്റ്റോയിലേക്ക് മറ്റിടത്തൊക്കെ സ്റ്റെപ്പ് പോലത്തെ എക്സലേറ്ററാണ്. ഞങ്ങൾ ഇരുന്ന് കയറിയിട്ട് ഞങ്ങൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. നെസ്റ്റോന്ന് ഞങ്ങൾ ഓരോ സാധനം എടുക്കാൻ വന്നതാണ്. ഉമ്മ ഫസ്റ്റ് തന്നെ മിക്സി, എയർ ഫ്രയർ അതിൻ്റെ ഒക്കെ ആവശ്യമായിട്ട് നമ്മൾ അത് ലാസ്റ്റ് എടുക്കാമെന്ന് പറ്റിയാൽ വന്നു. പിന്നെ ഞാൻ സ്റ്റേഷനറിയിൽ പോയിട്ട് ഈ ബുക്കാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനത് വീട്ടിൽ പോയിട്ടുള്ളത് കാണിച്ചു തരാം. പിന്നെ ഈ ബ്രഷ് പെന്നും ആ ബുക്കുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അനിയന് ടോയ്സ് എടുക്കാൻ തുടങ്ങി. അതൊക്കെ ഒരു ആൽഫബറ്റ് പസിൽ അതൊക്കെയാണ്. പിന്നെ വീണ്ടും ഞങ്ങൾക്ക് വേണ്ട സാധനം എടുത്തതിന് ശേഷം ഞങ്ങൾ പോകാണ്ടി നിൽക്കുമ്പോൾ വീണ്ടും എയർ ഫ്രയർ അതൊക്കെ നോക്കാണ്. കുക്കർ എല്ലാം എഴുതാൻ ബെറ്റർ. അതിന് ഉമ്മ ഈ ഒരു കാണുന്ന എയർ ഫ്രയറില്ല, അതുമ്മ വാങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ മിക്സി നോക്കാണ്. ഒരു പാർട്ട് ടൈം മിക്സി ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാ മിക്സി എന്ന് പറയുന്നത് സുജാതൻ്റെയാണ്. പിന്നെ നമ്മൾ ഹാവൽസിൻ്റെ നോക്കുന്നുണ്ട്. പിന്നെ എല്ലാ ടൈപ്പും നോക്കുന്നുണ്ട്. ഞങ്ങൾക്കെല്ലാം പാനസോണിക്കാണ്. അപ്പം സുജാതയുടെ പാനസോണിക് ഉണ്ട്. രണ്ടും നല്ല പോലെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ 2 ആ മിക്സി ഉണ്ട്. 2 വേറെ വേറെ കമ്പനി ആയിട്ട് അങ്ങനത്തെ വരുന്നതാണ്. സോ ഞങ്ങൾ ഇവിടുന്ന് മിക്സി നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവിടുന്ന് നല്ലതൊന്നും കിട്ടിയിട്ടില്ല. സോ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ബില്ലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ മീറ്റ് ഹൈലൈറ്റ് മാളിൽ പോകുന്നത് വെച്ചാൽ ഞാൻ സ്നോ ഫാൻറ്റസി പോയിരുന്നു. അത് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, ബിക്കോസ് അവിടെ വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ ഹാൻഡ് ഗ്ലൗസ് ഇല്ല കയ്യിലുണ്ട്, അത് ഊരണം. അതൊരു ഭയങ്കര തണുപ്പ് കൊണ്ട് കഴിയാം.
പിന്നെ ഞാൻ മീത്തെ ഹൈലൈറ്റ് മാളിൽ എത്തിയതിന് ശേഷം എനിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ നെക്സ്റ്റ് വന്നതാണ്. പക്ഷെ ഞാൻ തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഇത്തത വന്നിട്ട് ഞാൻ വീണ്ടും മടങ്ങിപ്പോയി. വിശക്കുന്നതുകൊണ്ട് പിസ്സ ഓർഡറാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ട്രിപ്പ് പാർട്ട് 2 ഒക്കെ വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. ബൈ, അസ്സലാമു അലൈക്കും.